നിനച്ചില്ല ഈ ശ്രേഷ്ഠത, നിനച്ചില്ല ഈ മാന്യത, നിനച്ചില്ല ഈ ശ്രേഷ്ഠത, നിനച്ചില്ല ഈ മാന്യത. ഔദാര്യമായി നൽകി നീ സർവ്വതും, എൻ ഭാവിക്കായി ശ്രേഷ്ഠമായ സ്ഥാനവും. ഉന്നതൻ നീ, വന്ദിതൻ നീ, ആരാധ്യൻ നീ നാഥാ. ഉന്നതൻ നീ, വന്ദിതൻ നീ, ആരാധ്യൻ നീ നാഥാ. ഹല്ലേലൂയ, 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 വോയിസ് ഓഫ് ലവിൽ ഇന്ന് ദൈവത്തിൻ്റെ വചനം 51 സങ്കീർത്തനം, അതിൻ്റെ 1, 2, 3 വാക്യങ്ങളാണ്. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വ പ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായ ദാവീദിൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുള്ള ഒരു പാപക്ഷമയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന പരിശുദ്ധാത്മാവ് നമുക്കും വായിക്കുവാൻ വേണ്ടി നമ്മുടെ കരങ്ങളിൽ എത്തിച്ചു. ഈ ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് പറയാൻ കാരണം അദ്ദേഹത്തിന് കുറവുകൾ ഇല്ലാത്തതല്ല, എല്ലായിടത്തും പെർഫെക്റ്റ് ആയൊരു വ്യക്തി ആയതുമല്ല, മറിച്ച് ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചാൽ അതിനെ എങ്ങനെ കാണുന്നു എന്നതിനെ ബോധ്യപ്പെടുത്തുന്ന ഒരു ഹൃദയം ആ മനുഷ്യനുണ്ട്. ശൗലിൻ്റെ ജീവിതത്തിൽ തെറ്റുപറ്റി. ശൗൽ പറഞ്ഞു, ജനം ഇതറിയരുത്, ആരും അറിയാതെ ഇത് പരിഹരിക്കണം. തൻ്റെ പാപം ആരും അറിയാതെ ന്യായീകരിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. എന്നാൽ ദാവീദ് തൻ്റെ ജീവിതത്തിൽ തെറ്റുവന്നപ്പോൾ അതിനെ ന്യായീകരിക്കാൻ അദ്ദേഹം ശ്രമിച്ചില്ല. ആ പാപം ഏറ്റുപറയുകയും തനിക്ക് നഷ്ടമായത് പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയുകയും അതിനെ തിരിച്ചു പിടിക്കാൻ എന്തും എൻ്റെ മേൽ നിന്ന് നീ എടുത്തോ എന്ന് പറയുകയും ചെയ്യുന്നൊരു മനസ്സ്. അപ്പോൾ ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റുന്നവർ എങ്ങനെ ആയിരിക്കണം എന്ന് മനസ്സിലാകണമെങ്കിൽ ദാവീദിനെ നോക്കണം. സ്തോത്രം. ഇതൊരു കുറ്റബോധമായിട്ടൊന്നും അല്ല ഞാൻ പറയുന്നത്. ദാവീദ് തൻ്റെ ജീവിതത്തിനകത്ത് ഈ സങ്കീർത്തനം എഴുതുമ്പോൾ താൻ ഗോലിയാത്തിനെ തകർത്തു, താൻ സിംഹത്തെ കീറി, ഞാൻ കരടിയെ തല്ലിക്കൊന്നു, ഇതൊന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ ആണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എഴുതുന്നതെല്ലാം വീരകാര്യങ്ങൾ മാത്രമായിരിക്കും. പക്ഷെ ഇദ്ദേഹം പലയിടങ്ങളിലും കരയുന്നത്, ഈ നല്ല ദൈവത്തെ ഞാൻ കണ്ടെത്തിയ ശേഷവും എൻ്റെ ജീവിതത്തിൽ ഇത്ര പ്രശ്നങ്ങൾ വന്നല്ലോ. അങ്ങനെ ഒത്തിരി സങ്കീർത്തനം അത് എഴുതി. 32 സങ്കീർത്തനം, 51 സങ്കീർത്തനം, അങ്ങനെ ഒത്തിരി ഭാഗത്ത് തനിക്ക് പറ്റിയ തകർച്ചകൾ ഓർത്ത്. ഞാൻ പറഞ്ഞതൊരു കുറ്റബോധമല്ല, ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ദൈവം എന്നെ ഉപയോഗിച്ചല്ലോ. ഇത് ഒരല്പം മാറിയാൽ
അപകടമാണ്. എപ്പോഴും കുറ്റബോധത്തിൽ കഴിയും. അത് തെറ്റാണ്. അപ്പോൾ തന്നെ അത് ഓർക്കാതിരിക്കുമ്പോൾ ഒരു നിഗളിയായി തുടരാനും സാധ്യതയുണ്ട്. ക്രിസ്തുജീവിതം എപ്പോഴും ഈ ബാലൻസിങ്. ആമേൻ. ഒന്നിൻ്റെ ഒത്തിരി ഹൈപ്പറല്ല, അതൊരു മിഡിൽ. അത് അവിടെ നടക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര കൃപയാണ്. ദാവീദ് ഒരു സ്ഥലത്ത് പറയുന്നു, എന്നെ സഹായിക്കാൻ ആരുമില്ല. മറ്റൊരു സ്ഥലത്ത് പറയുന്നു, യഹോവൻ്റെ ഇടയനാകുന്നു, എനിക്കൊരു മുട്ടില്ല. അപ്പം രണ്ട് കാര്യമാണ് പറയുന്നത്. പക്ഷെ ഇതിൻ്റെ നടുവിലെല്ലാം താൻ നടക്കുന്നത് ദൈവത്തിൻ്റെ കൃപയിലാണ്. ഞാൻ പെട്ടെന്ന് ഈ കാര്യങ്ങളെ ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റിയാൽ, വീഴ്ച പറ്റിയാൽ, പരാജയം വന്നാൽ ദൈവത്തോടത് മറച്ചു വെക്കരുത്, തുറന്നു പറയണം. ഈ മനുഷ്യൻ ജസ്റ്റ് ഒരു പാപം തനിക്ക് സംഭവിച്ചെന്ന് മാത്രമേ അദ്ദേഹത്തിന് അറിയത്തുള്ളായിരുന്നു. പക്ഷെ താൻ പ്രാർത്ഥന മുറിയിലോട്ട് കയറി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ തൻ്റെ പ്രാർത്ഥന പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് താൻ പോലും പറയാൻ ആഗ്രഹിക്കാത്ത വാക്കുകൾ തൻ്റെ അതരത്തിലൂടെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിച്ചു. ഞാനീ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥന മുറിയിലേക്ക് കയറുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും. നിങ്ങൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളുടെ നാവിലിരുന്ന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളിലൂടെ പ്രാർത്ഥിക്കും. ഇദ്ദേഹത്തിന് ഒരു പാപം ചെയ്യുന്ന അറിയത്തുള്ളായിരുന്നു. പക്ഷേ താഴേക്ക് വായിക്കുമ്പോൾ അദ്ദേഹം പോലും ഞെട്ടിപ്പോവുകയാണ്. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരങ്ങൾ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ, നിർമ്മലമായൊരു ഹൃദയം എനിക്ക് സൃഷ്ടിക്കണമേ, സ്തോത്രം, സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ ആമേൻ 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 പകരണമേ, സ്തോത്രം സ്തോത്രം. തീർന്നില്ല, അതിനകത്തൊരു ഭയങ്കര വാക്ക് കിടക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കണം, നിന്റെ ആത്മാവിനെ നിന്ന് എടുത്തു കളയരുത്, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണം, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. അപ്പോൾ അദ്ദേഹം ഓർത്തൊരു പാപം, ക്ഷമിക്കണേ, ഇത്ര ഓർത്തു. പക്ഷെ പ്രാർത്ഥന മുറിയിലേക്ക് കയറിയപ്പോൾ പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുപോകണം. നമുക്കറിയത്തില്ല നമ്മുടെ ജീവിതത്തിൽ ഒരു തകർച്ച വരുമ്പോൾ ആ തകർച്ച ഏതൊക്കെ സ്ഥലങ്ങളിൽ വരുമെന്ന്. മോനെ, ഞാൻ ഞെട്ടിപ്പോയ എൻ്റെ ലാസ്റ്റ് ഒരു വാക്കുണ്ടേ. ഇദ്ദേഹം തനിച്ച് ചെയ്തൊരു പാപം, പക്ഷേ അത് ലാസ്റ്റ് ഭാഗത്തേക്ക് വരുമ്പോൾ പറയാണ്, യെരൂശലേമിൻ്റെ മതിലുകളെ പണിയണമെന്ന്. ഒരു വ്യക്തി തകർന്നു പോയപ്പോൾ ഇടിഞ്ഞു പോയത് മതിലുകളാണ്. അതിൻ്റെ അർത്ഥം ഞാൻ എൻ്റെ ജീവിതം ഒരു വലിയ സമൂഹത്തിൻ്റെ ജീവിതവുമായി പോലും ബന്ധപ്പെട്ട് നിൽക്കും. ഒരു വീട്ടിലെ നായകൻ, അദ്ദേഹത്തിൻ്റെ തകർച്ച മുഴുവൻ പേരെയും ബാധിക്കും. ഒരു ലീഡറിൻ്റെ തകർച്ച എല്ലാവരെയും ബാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഒത്തിരി നമ്മുടെ ആത്മീയ നേതൃത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. ഈ വചനങ്ങൾ നമ്മൾ ഈ ചുരുക്ക സമയങ്ങൾ കൊണ്ടാണ് ഇത് പങ്കുവെക്കുന്നെങ്കിലും നിങ്ങളെ വചനം ഒന്ന് വായിക്കണേ. ഒരു പാപം വരുത്തിയ തകർച്ചകളുടെ ലിസ്റ്റുകൾ. പക്ഷേ ഇന്ന് ഞാൻ ഒരു ഭയങ്കര സന്തോഷമായ വാർത്ത പറയാം. നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കാനല്ല, മോചിക്കാനല്ല, പൊറുക്കാനല്ല, നമ്മുടെ പാപത്തിൽ നമ്മെ രക്ഷിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി അയച്ചു. ആ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് പാപത്തിന്മേലും മരണത്തിൻ്റെ മേലും ഒക്കെ ജയം ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി പറയാം, ആ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നൊക്കെ ഉള്ള വിടുതലും കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ദൈവസന്നിധിയിൽ തുറന്നു പറയണം, ഞാൻ പരാജയപ്പെട്ടു പോയി, തോൽക്കപ്പെട്ടു പോയി. ആ ഒരു പ്രാർത്ഥന, എൻ്റെ ദൈവമേ, യെരൂശലേമിന്റെ മതിലുകളെ പണിയിച്ചു. ഒരു ശലോമോൻ എഴുന്നേറ്റ് വന്നു, ദേവാലയം പണിതു. നീ തകർന്നു പോയാലും അത്ഭുതങ്ങളെ ചെയ്യാൻ
എൻ്റെ ദൈവത്തിന് കഴിയും. തുറന്നു പറയണം, ഏറ്റു പറയണം, വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കണം. ഒരു മാസ്ക് പ്രയർ നടത്തരുത്, മുഖംമൂടികൾ ധരിച്ചുള്ള പ്രാർത്ഥന. അതുകൊണ്ടാണ് ഈ രഹസ്യമായ പ്രാർത്ഥനകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. തുറന്നു പറഞ്ഞ് ആരും കേൾക്കാതെ മുറിയിൽ കടന്ന് കഥ കടച്ച് കഥയോടെല്ലാം തുറന്നു പറയണം. അങ്ങനെ പറഞ്ഞാൽ നിന്റെ മേൽ സാത്താന് ജയമുണ്ടാകത്തില്ല. സാത്താൻ നിന്റെ മുമ്പിൽ തോറ്റിരിക്കും. നിന്നെക്കുറിച്ച് അപവാദം പറഞ്ഞാൽ സ്വർഗത്തെ അത് ഏക്കത്തുമില്ല. ദൈവം പറയും, എന്നോടവൻ പറഞ്ഞായിരുന്നു, നീ പോ. എന്നോട് പറഞ്ഞായിരുന്നു, നീ പോ. നിന്റെ ബന്ധങ്ങൾ, ദൈവമായുള്ള ബന്ധം ശക്തമാകട്ടെ. നീ അത്ഭുത വിഷയമാകാൻ പോവാ. ഈ തകർച്ചയുടെ നടുവിലും അത്ഭുതമാകാൻ പോവാ. ഞാൻ ആ വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാനിരിക്കുക. പ്രാർത്ഥനയെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കും. പ്രാർത്ഥനയിൽ വലിയൊരു യാത്ര തന്നെ നീ നടത്തും. പരാജയപ്പെട്ട ഏറിയകളെ അവിടെ കൊണ്ടുപോയി അത് പരിഹരിച്ച് 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 നിന്റെ ജീവിതത്തെ കഴുകി വെടിപ്പാക്കി ശുദ്ധീകരിച്ച് ദൈവം അത്ഭുതമാക്കി മാറ്റും. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് രാവിലെ അങ്ങ് നൽകിയ വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ കുറവുകളെ എല്ലാം അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ തുറന്ന ഹൃദയത്തോടെ വയ്ക്കുന്നു. കർത്താവെ, അങ്ങേക്കൊന്നും മറഞ്ഞതുമില്ല, ഞങ്ങൾ മറയ്ക്കുന്നതുമില്ല. കർത്താവെ, യേശുവേ, അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, സ്തോത്രം, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥനയിൽ തുടരുകയാണ്. കർത്താവെ, പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവെ അങ്ങ് ചില ദൈവശബ്ദങ്ങളെ ഞങ്ങളെ കേൾപ്പിക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവ്, ദൈവത്തിൻ്റെ പദ്ധതികളിലേക്ക് ഞങ്ങളെ നയിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. പിതാവെ, പ്രാർത്ഥനയിലൂടെ ചില യാത്രകൾ തന്നെ അങ്ങ് ഒരുക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവെ, ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയെയും അനുഗ്രഹിക്കുന്നു. ഞങ്ങളെ അല്പം കൂടി കഴുകണം, അല്പം കൂടി ശുദ്ധീകരിക്കണം. യേശുവുമായി ആഴമേറിയ ബന്ധത്തിലേക്ക് ഞങ്ങളെ നയിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ ശക്തിപ്പെടുത്തണം. പരിശുദ്ധാത്മാവെ, അങ്ങ് അങ്ങനെ ചെയ്യുന്നതിന് നന്ദി പറയുന്നു. ഇന്നത്തെ ദിവസത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ആമേൻ. God bless you. ഇന്നത്തെ ദിവസം ഭയങ്കര ബ്ലെസ്സിംഗ് ആയിത്തീരും. കർത്താവെ, അനുഗ്രഹിച്ച് അയക്കുന്ന ഈ ജനത്തെ, ബലപ്പെടുത്തി അയക്കുന്ന ഈ ജനത്തെ, ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവെ, ഈ ജനത്തിനകത്തൊരു പ്രാർത്ഥനയുടെ ആത്മാവ്, മാസ്കുകളില്ലാത്തൊരു പ്രാർത്ഥന നടത്താൻ എല്ലാം തുറന്നു പറയുന്ന ബന്ധം അപ്പയുമായിട്ടുണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ. God bless you. ദൈവത്തിൻ്റെ അനുഗ്രഹം ഇന്ന ദിവസമുണ്ട്. നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്ന നിശബ്ദമായ സമയങ്ങളെല്ലാം യേശുവപ്പായിട്ട് സംസാരിക്കാൻ വിട്ടുകൊടുക്കണേ. തുറന്ന് സംസാരിക്കണം. കർത്താവിനെ ഒത്തിരി നിങ്ങളുടെ ഫ്രണ്ടാക്കണം. ഈ മെസ്സേജ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കണം. God bless you. Shalom.